MG യൂണിവേഴ്സിറ്റി 4th സെമ്മിലെ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താണെന്നുള്ളതാണ്. എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നാണ്. The Constituent Assembly was a body of elected representatives that drafted the Constitution of India. ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ പ്രതിനിധികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഒരു ബോഡിയെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് വിളിക്കുക. ഇറ്റ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗവേണൻസ് സ്ട്രക്ചർ ആൻഡ് പ്രിൻസിപ്പിൾസ്. It played a crucial role in shaping the country's governance, structure and principles. Features of the Constituent Assembly. First feature, formation. The Assembly was formed in November 1946 under the Cabinet Mission Plan with 389 members, including 292 elected representatives and 93 nominated members from the princely states. So, Constituent Assembly was formed with a 389 member body and it includes 292 elected representatives and 93 nominated members from the princely states. 292 അംഗങ്ങള്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികള്, പിന്നെ 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രതിനിധികൾ, അങ്ങനെ ആകെ 389 പേര്. 1946 ഇത് രൂപീകരണം. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ നടക്കുന്നത്. അത് ഫോർമേഷനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ മിനിമം പഠിക്കാം. ദെൻ മെമ്പർഷിപ്പിനെ കുറിച്ച്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാഡ് 299 മെമ്പേഴ്സ് ആഫ്റ്റർ റീഓർഗനൈസേഷൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പിന്നീട് റീഓർഗനൈസ് ചെയ്യേണ്ടി വന്നു. ആദ്യം 389 പേരുണ്ടായിരുന്നെങ്കിലും പിന്നീട് 299 പേരായിട്ട് മാറി. അതിൽ 15 സ്ത്രീകൾ, ഇൻക്ലൂഡിംഗ് 15 വുമൺ ഹു പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ സ്ത്രീകളുടെ പങ്കും എടുത്തു പറയത്തക്കതാണ് ഭരണഘടനാ നിർമ്മാണത്തിൽ. ഇനി അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. ദി അസംബ്ലി വർക്ക്ഡ് ഇൻ 5 സ്റ്റേജസ്. 5 സ്റ്റേജ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇൻക്ലൂഡിംഗ് പ്രസന്റിംഗ് റിപ്പോർട്ട്സ്, പ്രിപ്പയറിംഗ് ആൻ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ആൻഡ് ഡിസ്കസിംഗ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കരട് രൂപം ഉണ്ടാക്കി അത് ചർച്ച ചെയ്തു. പ്രപ്പോസിംഗ് അമെൻമെന്റ്സ്, ഭേദഗതികൾ നിർദ്ദേശിച്ചു. ആൻഡ് അഡോപ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒടുവിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്തത്. ദെൻ കമ്മിറ്റി. ദി അസംബ്ലി ഹാഡ് 22 കമ്മിറ്റീസ് വിത്ത് 8 മേജർ കമ്മിറ്റീസ്. അപ്പൊ കമ്മിറ്റികൾ, അതിന്റെ കീഴിൽ സബ് കമ്മിറ്റികളൊക്കെ ആയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപപ്പെട്ടത്. 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 8 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ, ഇൻക്ലൂഡിംഗ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൽ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ രൂപീകരണത്തിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ. വിച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന്, കരട് രൂപം തയ്യാറാക്കുന്നതിന്, ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിന് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ആക്ച്വലി ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യമേ ഇല്ല. എങ്കിൽ കൂടി അത് മറ്റു ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നാലും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. നൗ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് രണ്ടാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഏതൊരു പൗരനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതേക്കുറിച്ചാണ് പറയുക. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ സിറ്റിസൺസിന് ഭരണഘടന ഉറപ്പു നൽകുന്ന 6 അടിസ്ഥാന അവകാശങ്ങളാണ് ഓരോ ഇന്ത്യൻ പൗരനും. ദേ ഇൻക്ലൂഡ് റൈറ്റ്സ് സച്ച് ആസ് ഈക്വാലിറ്റി, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. സമത്വം, അതുപോലെ തന്നെ സംഭാഷണ ആശയപ്രകടന സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരായുള്ള സംരക്ഷണം, ഇവയെല്ലാം ഇതിൽ പെടുന്നു. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദീസ് 6 ഫണ്ടമെന്റൽ rights to Indian citizens. First one, right to equality. Article 14 to 18 ensures equality before law, prohibits discrimination and abolishes untouchability. And second article, right to freedom, that is Article 19 to 22, that is the second fundamental right. രണ്ടാമത്തെ മൗലിക അവകാശം സമത്വം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. It guarantees freedom of speech, assembly, associate, movement and residence. നമുക്ക് സംസാരത്തിനും ആശയപ്രകടനത്തിനും സമ്മേളനം നടത്താനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായ ആയുധങ്ങളില്ലാതെ സമ്മേളിക്കുക എന്നാണ് അവിടെ പറയുക. അസോസിയേഷൻ, സംഘടനാ സ്വാതന്ത്ര്യം, നമുക്ക് യൂണിയനുകൾ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. മൂവ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫ്രീഡം ഓഫ് റെസിഡൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്.
ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23 to 24 ആണ്. പ്രൊഹിബിറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തിനെ തടയുന്നു. ഫോഴ്സ്ഡ് ലേബർ, അതുപോലെ തന്നെയാണ് നിർബന്ധിത തൊഴിൽ ആൻഡ് ചൈൽഡ് ലേബർ, ഇതിനൊക്കെ തടഞ്ഞുകൊണ്ടുള്ളതാണ് ആർട്ടിക്കിൾ 23 to 24 ആണ്. അപ്പോൾ ഇത് ഏതാണ്ട് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യമാണ് നാലാമത്തേത് നമ്മൾ പറയാം. ആർട്ടിക്കിൾ 25-നും 28-നും ഇടയ്ക്കുള്ളതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. എൻഷുവേഴ്സ് ഫ്രീഡം ഓഫ് കൺസയൻസ് ആൻഡ് വർഷിപ്പ്, അവനവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ആരാധനാ സ്വാതന്ത്ര്യം പറയുന്നു. ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, മതപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ടതാണ്. മൗലിക അവകാശങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അഞ്ചാമത്തേത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്. സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്. അതായത് ആർട്ടിക്കിൾ 29-ഉം 30-ഉം അങ്ങനെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ടു കൺസർവ് ദർ കൾച്ചർ ആൻഡ് എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുവാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപിക്കുവാനൊക്കെയുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്കുണ്ടെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29, 30. ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾ തേടാനുള്ള അവകാശമാണ് ആറാമത്തേത്. ആർട്ടിക്കിൾ 32 പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ പ്രൊട്ടക്ടിങ് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി, വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിന് ഇത് ആവശ്യമാണ്. പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആൻഡ് എൻഷുറിംഗ് ഡെമോക്രാറ്റിക് ഗവേണൻസ്. ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല 2 മാർക്കിന് ചോദിക്കുമ്പോൾ, പക്ഷേ വലിയ മാർക്കിനും ഇത് ചോദിക്കാവുന്നത് തന്നെയാണ്. പിന്നെ DPSP എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം അതാണ് 2 മാർക്കിന്റെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ. അതായത് ഇതൊരിക്കലും ജസ്റ്റിഷ്യബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ചെന്ന് നമുക്കിത് സ്ഥാപിച്ചു തരാനായിട്ട് ഒരു ഗവൺമെന്റിനോടും ആർക്കും ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കണമെന്ന ഭരണഘടനയുടെ സങ്കല്പം അനുസരിച്ച് ഇങ്ങനെയൊക്കെ സംസ്ഥാന ഗവൺമെന്റുകളോ കേന്ദ്ര ഗവൺമെന്റുകളോ ഒക്കെ പൗരന്മാർക്ക് വേണ്ടി ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെയ്താൽ അത്രയും നല്ലത്. സാഹചര്യം നോക്കിയിട്ട് ചെയ്താൽ മതി, ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജുഡീഷ്യറി ആയിട്ടുള്ള ഒരു ബൗണ്ട് അതിനകത്തില്ല എന്നുള്ളതാണ് ഗവൺമെന്റുകളുടെ. സോ DPSP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പോളിസി എന്ന് പറഞ്ഞാൽ ആർ ഗൈഡ് ലൈൻസ് ഫോർ ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിനുള്ള മാർഗരേഖയാണ്. ടു പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് വെൽഫെയർ, സാമൂഹ്യക്ഷേമം സാമ്പത്തിക ക്ഷേമം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണിത്. ദേ ആർ എൻഷ്രൈൻഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4-ൽ ഇതെല്ലാം എഴുതി ചേർത്തിരിക്കുന്നു. ആൻഡ് എയിം ടു എസ്റ്റാബ്ലിഷ് എ ജസ്റ്റ് സൊസൈറ്റി, ഒരു നീതിനിഷ്ഠ സമൂഹം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് ഭരണഘടനയിലെ പാർട്ട് 4-ല്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4-ല് അവതരിപ്പിച്ചിരിക്കുന്നു. അത് സാമൂഹ്യ സാമ്പത്തിക ക്ഷേമം ഉറപ്പുവരുത്തുവാൻ വേണ്ടി രാഷ്ട്രത്തിനുള്ള മാർഗരേഖകൾ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ എഴുതണം. കീ ആസ്പെക്ട്സ് നോക്കാം DPSPയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ. ഒന്ന്, പ്രൊമോട്ടിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും പ്രോത്സാഹിപ്പിക്കുക. 2, പ്രൊട്ടക്ടിംഗ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. 3, പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയെ സംരക്ഷിക്കുക. 4, എൻഷറിംഗ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പുവരുത്തുക. 5, പ്രൊട്ടക്ടിംഗ് വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തില് പല രീതിയിൽ പ്രശ്നങ്ങൾ ബാധിക്കപ്പെടാൻ എളുപ്പത്തിൽ സാധ്യതയുള്ള വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. DPSP എയിം ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ അതാണ് ലക്ഷ്യമിടുന്നത്. ആൻഡ് പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്, ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം, വെൽബീയിങ് അത് പ്രൊമോട്ട് ചെയ്യുന്നു, അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഗൈഡിങ് ദ സ്റ്റേറ്റ് ഇൻ മേക്കിംഗ് ഹൗസ്, രാഷ്ട്രത്തിന് നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നതിന് മാർഗരേഖയോ അല്ലെങ്കിൽ ഒരു ഗൈഡിങ്ങോ ആണ് നൽകുന്നത്. 4-മത്തെ ചോദ്യം ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗമാണ്. ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ്, സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് നാഷണൽ യൂണിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്താണ്? അത്
സമൂഹ സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വത്തിലും ജനാധിപത്യ മൂല്യങ്ങളിലും മതനിരപേക്ഷതയിലും ദേശീയ ഐക്യത്തിലും ചുവടുറച്ചതാണ്, ബേസ് ചെയ്തതാണ്. അതാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായി വരുന്ന തത്വശാസ്ത്രം എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ചത്, സോഷ്യലിസം സ്ഥിതി സമത്വത്തിൽ, ആൻഡ് സെക്യുലറിസം മതനിരപേക്ഷതയിൽ, ആൻഡ് നാഷണൽ യൂണിറ്റി ദേശീയ ഐക്യത്തിൽ. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ജസ്റ്റിസ്, അത് നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇക്വാലിറ്റി സമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ആൻഡ് ലിബർട്ടി ഫോർ ഓൾ സിറ്റിസൺസ് എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം എന്ന സ്വപ്നത്തെയും അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ബൈക്കാമറൽ ലെജിസ്ലേച്ചർ, അതായത് ദ്വിമണ്ഡല നിർമ്മാണ സഭയെ കുറിച്ചാണ് പറയുന്നത്. എ ബൈക്കാമറൽ ലെജിസ്ലേച്ചർ കൺസ്റ്റിറ്റ്യൂട്ട്സ് 2 ഹൗസസ്. ഇന്ത്യയിലെ പാർലമെന്റിൽ നമുക്കറിയാം രാജ്യസഭയും ലോക്സഭയും ഉണ്ട്, 2 ഹൗസ് ഉണ്ട്. ഇതാണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭയല്ല ഇന്ത്യക്കുള്ളത്, നമുക്ക് ദ്വിമണ്ഡലമാണ്. അതായത് അപ്പർ ഹൗസ് അഥവാ രാജ്യസഭയുണ്ട്, ലോവർ ഹൗസ് അഥവാ ലോക്സഭയുണ്ട്. അപ്പർ ഹൗസ് അഥവാ രാജ്യസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്സ് അഥവാ സംസ്ഥാനങ്ങളുടെ സഭ എന്ന് കൂടി അറിയപ്പെടും. അതുപോലെ തന്നെ ലോവർ ഹൗസ് അഥവാ ലോക്സഭ എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? പോപ്പുലർ ഹൗസ് എന്നാണ് പറയാൻ കഴിയുക. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് ചെക്സ് ആൻഡ് ബാലൻസസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറ്റൊന്നിനെ പരിശോധിക്കുന്ന ഒരു പരിശോധന സംവിധാനമായിട്ടും ആ സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഘടകമായിട്ടും ഈ സംവിധാനം പ്രയോജനകരമായി ബൈക്കാമറൽ ലെജിസ്ലേച്ചർ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. എൻഷറിംഗ് ദാറ്റ് ലോസ് ആർ കെയർഫുള്ളി കൺസിഡേർഡ്, അതായത് ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിഗണിച്ചു തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. നഗർ പഞ്ചായത്ത് എന്താണെന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം നമ്മൾ നോക്കുന്നത്. നഗർ പഞ്ചായത്ത് ഈസ് എ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി ഫോർ അർബൻ ഏരിയാസ്. നഗരപ്രദേശങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ് നഗരപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ബേസിക് സർവീസസ് സച്ച് ആസ് വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് പൊതുജനാരോഗ്യം, അതുപോലെ തന്നെ അവരുടെ ശുചിത്വ സൗകര്യങ്ങൾ, മാലിന്യ നീക്കങ്ങൾ, ജലവിതരണം, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാദേശിക റോഡുകളും മറ്റുകളുടെയൊക്കെ വികാസം. ഇതൊക്കെ നഗരപഞ്ചായത്തിന്റെ ചുമതലയാണ്. എന്താണ് നഗരപഞ്ചായത്ത് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. നഗരപഞ്ചായത്ത് ഈസ് എ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി. പക്ഷെ അത് ഗ്രാമങ്ങളിലല്ല, ഗ്രാമങ്ങളിലുള്ളത് വില്ലേജ് പഞ്ചായത്ത് ആണെങ്കിൽ നഗരങ്ങളിലുള്ള അർബൻ ഏരിയാസിലുള്ളതാണ് നഗരപഞ്ചായത്ത് എന്ന് എടുത്തു പറയണം, അത്രേ ഉള്ളൂ. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 73rd അമെൻമെന്റ് ആൻഡ് 74th അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടന 73ാമത്തെ ഭേദഗതിയും 74ാമത്തെ ഭേദഗതിയും എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? അതായത് നമുക്കറിയാം പഞ്ചായത്ത് രാജ് സംബന്ധിച്ചുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്ത് രാജിന്റെയും പ്രൊവിഷൻസിലാണ് ഈ 2 അമെൻമെന്റുകളും വന്നിരിക്കുന്നവർക്ക്. 73ാമത്തേത് പഞ്ചായത്ത് രാജ് അമെൻമെന്റ് ആണെങ്കിൽ 74ാമത്തേത് മുനിസിപ്പാലിറ്റിയുടെ അമെൻമെന്റ് ആണ്. These amendments aimed to decentralize power. അധികാര വികേന്ദ്രീകരണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ 2 അമെൻമെന്റുകൾ, 73ാമത്തെ അമെൻമെന്റ് ആണെങ്കിലും ശരി 74ാമത്തെ അമെൻമെന്റ് ആണെങ്കിലും ശരി, അധികാര വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സോ പ്രൊമോട്ട് ലോക്കൽ സെൽഫ് ഗവർണൻസ്, അതായത് പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും, ആൻഡ് എംപവർ ലോക്കൽ ബോഡീസ്, പ്രാദേശിക മുനിസിപ്പാലിറ്റികൾ അടങ്ങുന്ന പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക, എംപവർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു അതിന്റെ ഉദ്ദേശ്യം. എട്ടാമത്തെ ചോദ്യം നോക്കുക. നീഡ് ഫോർ അപ്പർ ചേംബർ ഇൻ എ ഫെഡറേഷൻ. ഒരു ഫെഡറേഷനിൽ എപ്പോഴും ഒരു അപ്പർ ചേംബർ വേണം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ രാജ്യസഭ അപ്പർ ചേംബർ ആണ് അല്ലെ, അതുകൊണ്ടാണ് അതിന് അപ്പർ ഹൗസ് എന്ന് പറയുന്നത്. നിയമം ഉണ്ടാക്കുക, പക്ഷെ അവിടെ എന്താണ് ഒരു മുകൾ തട്ടിലെ സംവിധാനം എന്ന് പറയാം. താഴെ തട്ടിൽ ലോക്സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളെ ഒന്നുകൂടി ശ്രേഷ്ഠതയോടെ വിലയിരുത്താൻ പക്വതയുമുള്ള ആളുകള് നമ്മൾ എന്ത് ചെയ്യുന്നു, രാജ്യസഭയിൽ തെരഞ്ഞെടുക്കുന്നു. An upper chamber which provides a representation to states and ensures സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം അവിടെ ഉറപ്പുവരുത്തുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് their interests are protected. സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നു എന്നും ഉറപ്പുവരുത്തും. കാരണം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ്, MLA-മാരുടെ സംഘമൊക്കെയാണ് ഈ രാജ്യസഭയിലേക്കുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിടുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളായിരിക്കും സംരക്ഷിക്കപ്പെടുക. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് എ റിവൈസിംഗ് ചേംബർ റിവ്യൂയിങ് ദ ആൻഡ് റിഫൈനിങ് ലെജിസ്ലേഷൻ. ലോക്സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളും ചർച്ച ചെയ്യുന്ന നിയമങ്ങളും ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു മുറിയായിട്ട്, ഒരു റിവൈസിങ് ചേംബർ ആയിട്ട്, റിവ്യൂ ചെയ്യുന്നതിനുള്ള റിഫൈൻ ചെയ്യുന്നതിനുമൊക്കെയുള്ള ആ നിയമനിർമ്മാണത്തെ ഒന്നുകൂടെ പരിശോധന നടത്തുകയും അന്തിമ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമിതിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി അടുത്തത് ജഡ്ജ് മെയ്ഡ് ലോസ് എന്താണെന്നുള്ളതാണ് 9ാമത്തെ ചോദ്യം.
ജഡ്ജ് മെയ്ഡ് ലോസ് റെഫർ ടു ലീഗൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രിസിഡൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോർട്സ് ത്രൂ ദെയർ ജഡ്ജ്മെന്റ്സ്. കോടതികൾ അവരുടെ വിധിന്യായത്തിലൂടെ കൊണ്ടുവരുന്ന ലീഗൽ പ്രിൻസിപ്പിൾസ് ആണ്. ദീസ് ലോസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ ലീഗൽ ഫ്രെയിംവർക്ക്. രാജ്യത്തെ